മുണ്ടക്കയം സബ് ട്രഷറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. നിലവിൽ മുണ്ടക്കയം ടൗണിൽ നിന്നും മാറി കൂട്ടിക്കൽ റോഡിൽ ഒരു വാടക കെട്ടിടത്തിന്റെ 1ാം നിലയിലാണ് ട്രഷറി പ്രവർത്തിക്കുന്നത്. പെൻഷൻ വാങ്ങുവാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്ന പ്രായമായവരാണ് നിലവിലെ കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് പടി കയറാനാവാതെ ഏറെ ബുദ്ധിമുട്ടുന്നത്. വീതി കുറഞ്ഞ വരാന്തയും പരിമിതമായ സൗകര്യങ്ങളും ട്രഷറിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭരണകാലത്ത് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചാണ് പുതിയ ട്രഷറിക്കായി കെട്ടിടം നിർമ്മിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 26-ന് ഇതിന്റെ ഉദ്ഘാടനവും നടന്നിരുന്നു. എന്നാൽ സാങ്കേതിക അനുമതികൾ വൈകുന്നതാണ് പ്രവർത്തനം തുടങ്ങുവാൻ തടസ്സമാകുന്നത്. പുതിയ കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ലഭിക്കണമെങ്കിൽ നിർമ്മാണം പൂർത്തീകരിച്ചതായുള്ള സർട്ടിഫിക്കറ്റും കെട്ടിട നമ്പരും ലഭ്യമാക്കണം. ഇതിനായി പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പെർമിഷൻ നൽകാൻ വൈകുന്നതാണ് പ്രധാന പ്രതിസന്ധിയെന്നും പറയപ്പെടുന്നു. കൂടാതെ കമ്പ്യൂട്ടർ സ്ഥാപിക്കുന്നതിനായി നിർമ്മിച്ച കബോർഡുകളിൽ ചില അപാകത ഉള്ളതായും ആക്ഷേപം ഉയരുന്നുണ്ട്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.